സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 5-ാമത്തെ ശ്ലോകം 19-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഇവിടെ പറഞ്ഞു, പ്രചേതസ്തുകൾ ശ്രീ പരമേശ്വരൻ പറഞ്ഞു കൊടുത്തതായ രുദ്രഗീതം കൊണ്ട് ഭഗവാനെ, രുദ്രഗീതം എന്ന് പറഞ്ഞാൽ രുദ്രൻ പറഞ്ഞു കൊടുത്തത് എന്നാണ്. സ്തോത്രം വിഷ്ണുവിനെ പറ്റിയിട്ടാണ്. രുദ്രഗീതം എന്ന് പറഞ്ഞാൽ ശിവനെ പറ്റിയല്ല. ഒരു കൃതിക്കോ സ്തോത്രത്തിനോ 2 നിലയ്ക്ക് പേരിടും. ഒന്ന്, ആരെ പറ്റിയാണ് അത് എന്നതനുസരിച്ച്, ആര് എഴുതി അതിനനുസരിച്ച്. ശ്രീധരീയം എന്ന് പറഞ്ഞാൽ ശ്രീധരാചാര്യർ എഴുതിയത് എന്നാണ്. നാരായണീയം ഇത് രണ്ടുമാണ്. ദേദാ നാരായണീയം ആരെഴുതിയതാ? നാരായണ ഭട്ടരി. ആരെ പറ്റിയ? നാരായണനെ പറ്റി. അപ്പം അത് 2 നിലയ്ക്ക് നാരായണീയാണ് അല്ലേ. ഇവിടെ രുദ്രഗീതം എഴുതിയ ആളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. രുദ്രൻ രചിച്ചതുകൊണ്ട് രുദ്രഗീതം. പക്ഷേ വിഷ്ണുവിനെ പറ്റിയാണ് സ്തോത്രം. അപ്പം അത് അനവധി വർഷക്കാലം ജപിച്ചാലേ സിദ്ധി വരുള്ളൂ. അക്ഷരലക്ഷം ജപിക്കണം. അതിൽ എത്രയോ അക്ഷരങ്ങളുണ്ട്, ആയിരക്കണക്കിന്. അപ്പം അത്രയും ലക്ഷം പ്രാവശ്യം വർഷത്തോളം ജപിച്ചപ്പോൾ ആ സമയത്ത് എന്തുണ്ടായി? പ്രാചീന ബർഹി രാജശ്രീ പ്രജാസർഗാഭിരക്ഷണേ, പ്രജകളെ രക്ഷിക്കുന്നത് തൽപരനായിട്ടുള്ള പ്രാചീന ബർഹിസിൻ്റെ കൊട്ടാരത്തിൽ ശ്രീനാരദ മഹർഷി എഴുന്നള്ളി. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്താ ചെയ്യുക? ആത്മജ്ഞാനം വേണ്ടവർക്കത് കൊടുക്കുക, സമാധാനം വേണ്ടവർക്കത് കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക. അവർക്കത്തരം അവരുടെ ജീവിതം തന്നെ പരോപകാരത്തിനാണ്. അവർക്ക് വേണ്ടി ജീവിക്കണവരേ അല്ല എന്നാണ് നാരദൻ ശുഗൻ. മറ്റുള്ളവർക്ക് വേണ്ടി അവർ ജീവിക്കണം. അപ്പം അങ്ങനെ പ്രാചീന ബർഹിസിൻ്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം അനവധി യാഗങ്ങൾ ചെയ്തു എന്ന് തുടക്കത്തിലേ പറയുണ്ടായി. ഭൂമി മുഴുവൻ യാഗത്ത് ചെയ്തിട്ട് ദർഭപുല്ലുകൊണ്ട് മൂടിയ ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അത്രയും പ്രാചീന ബർഹിസ് പേര് വന്നത് നമ്മൾ പറഞ്ഞല്ലോ. ശരിക്കും ഏദേശത്ത് എന്നാ പേര്. പക്ഷേ ഈ യാഗങ്ങൾ ചെയ്തിട്ടൊന്നും അദ്ദേഹത്തിന് സമാധാനം കിട്ടിയില്ല. യാഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ കർമ്മത്തിൻ്റെ പിന്നാലെയുള്ള പ്രയാണമാണ്. രണ്ടാമത് ഏറ്റവും പ്രധാന ഭാഗവതോടെ ജീവികളെ കൊല്ലുക. ജീവികളെ കൊന്നിട്ടൊന്നും ഈശ്വര പൂജ നടത്തിയിട്ട് യാതൊരു കാര്യം, മഹാവിഡ്ഢിത്തരാണത്, ഊക്കൻ വിഡ്ഢിത്തര. ആദ്യം നമ്മൾ ഒരു മാനിനെ കൊന്ന ആ മാനിൻ്റെ തോലിലിരിക്കണം എന്നാണ്. അവിടെ തുടങ്ങിയ ഹിംസ. പിന്നെ 300ഓളം മൃഗങ്ങളെ കൊന്നിട്ടുള്ള യാഗം നമുക്കുണ്ടത്ര. എല്ലാം തെറ്റ്, വളരെ തെറ്റ്. ഏത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മൃഗങ്ങളെ കൊല്ലുക എന്ന ഉദ്ദേശത്താലല്ല. അന്നേരത്തെ പറയുണ്ടായി, പ്രതീകാത്മകമാണ്. വലിയ തെറ്റ് ഈ ഭാരതത്തിൽ ഒരുപാട് കാലം നടന്നു. അപ്പോൾ ജീവികളെ കൊന്നിട്ട് യാഗം നടത്തിയതുകൊണ്ടാണ് പ്രാചീന ബർഹിസിന് സമാധാനം കിട്ടാതിരുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുക, കുറേ ജീവികളെ കൊന്ന് അനവധി യാഗങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, അതൊക്കെ തെറ്റാണോ? അല്ലെങ്കിൽ തെറ്റാണ് എന്ന് എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും? ഈ യാഗം നടത്തിയവരോട് ആരൊക്കെയാണെന്നൊന്ന് ചിന്തിക്കുക. ആ യാഗം നടത്തിയവർക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടോ? അത്രയും വേണ്ടു. വേറൊന്നും വേണ്ട തെളിയിക്കാൻ. ഏതൊക്കെ യാഗം നടത്തിയിട്ടുണ്ടോ ആ രാജാക്കന്മാർക്കൊക്കെ മനസ്സമാധാനക്കേടേ ഉണ്ടായിട്ടുള്ളൂ. ദശരഥൻ ഉദാഹരണം. എത്ര ബുദ്ധിമുട്ടിയ മനുഷ്യൻ, ആലോചിച്ച് നോക്കൂ. ദശരഥന് എന്ത് സമാധാന ജീവിതത്തിലുണ്ടായി? വളരെ കാലം 60 വയസ്സ് വരെ കുട്ടികളില്ലാത്ത ദുഃഖം. പിന്നെ 4 കുട്ടികളുണ്ടായി ഇല്ലേ? ആ രാമനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ കൊണ്ടുപോയി. ദുഃഖമാണ്, പിരിയല്ലേ എന്തായാലും. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പോയിട്ട് മുനികുമാരനെ വധിച്ചു. മഹാപാപം ബ്രഹ്മഹത്യാപാപം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എങ്കിലും വധിച്ചിട്ടുള്ളതായിട്ടുള്ള കൊലപാതകത്തിൻ്റെ പാപം ഏറ്റുവാങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് രാമൻ കാട്ടിലേക്ക് പോണു. ആ പുത്രദുഃഖത്താലാണ് മരിക്കല്ലേ ദശരഥൻ ചെയ്തത്.
പിന്നെ വേറൊരു പ്രധാന യാഗം നടത്തിയ ആളാണ് ഹരിശ്ചന്ദ്രൻ. അദ്ദേഹത്തെ പോലെ ഇങ്ങനെ സത്യവാൻ വേറൊന്നുമില്ല. അദ്ദേഹത്തിന് ഉണ്ടാവാത്ത ദുഃഖങ്ങളുണ്ടോ? ഹരിശ്ചന്ദ്രൻ്റെ കഥ പറഞ്ഞ പോലെ എന്നൊരു ശൈലി തന്നെ മഹാദുഃഖം വരുമ്പോൾ. ഏത് യാഗം നടത്തിയ രാജാവിന് സുഖം ഉണ്ടായിട്ടുണ്ട്? ഇതിനു വേണ്ടിയിട്ടാണത് കഥ പറഞ്ഞത്. ധാരാളം അശ്വമേധയാഗങ്ങൾ നടത്തി ദശരഥൻ. അശ്വമേധയാഗങ്ങൾ നടത്തിയിട്ട് എന്ത് ഉണ്ടായി? അതും കൂടി നോക്കണം. ദുഃഖമല്ലാണ്ടൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ജീവികളെ കൊന്നിട്ട് ഉള്ള ഒരു ഈശ്വര പ്രവൃത്തികളും ശരിയല്ല. അതാണ് ഇവിടെ പ്രാചീന വർഗീയത്തിന് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമായി എന്ന് ഇവിടെ ദാ പറയുന്നു, ആവർത്തിക്കുകയാണ്. ഇപ്പം നാരദനോട് ചോദിച്ചു, എന്താണ് ഈ മനസമാധാനം ഇല്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം? നാരദ മഹർഷി ഒന്ന് പറഞ്ഞു തരാമോ? യാഗം നടത്തിയിട്ട് കാര്യമില്ല എന്ന് ഉറപ്പായി. ജീവികളെ കൊല്ലുന്തോറും മനസമാധാനം ഉണ്ടാവില്ല. മനസമാധാനം ഉണ്ടാവേണ്ടിടത്തോളം ജീവികളെ കൊല്ലും. കോഴിയെ കൊല്ലുക, ആടിനെ വെട്ടി കൊല്ലുക. കാളിയുടെ പ്രസാദത്തിനല്ലേ ഇപ്പം അത്. ഒരു ജീവിയെ കൊന്നിട്ട് നമുക്കൊരു നേട്ടം ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ അത് എത്ര സ്വാർത്ഥ ജിഡിലാണ്, ആലോചിച്ച് നോക്കൂ. അപ്പം ഇവിടെ പ്രാചീന വർഗീയത്തിനോട് നാരദൻ പറഞ്ഞു, രാജാവേ, ഞാൻ അന്നേ പറഞ്ഞു അങ്ങയോട് ഈ ജീവികളെ കൊല്ലൽ നിർത്തണം. അങ്ങത് ചെയ്തില്ല. അപ്പം എന്തേണ്ടായി? ഈ ജീവികളെ കൊന്നിട്ടുള്ളത് കൊണ്ടുള്ള മഹാപാപം അങ്ങേക്ക് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ കുറേ തത്വങ്ങൾ, ഭഗവാന്റെ കഥകൾ കേട്ട് ഭക്തി ഉണ്ടാക്കുക, ഈശ്വരനെ ഭജിക്കുക, ഇതാണ് ഉത്തമ മാർഗം. അതിനൊരു കഥ പറഞ്ഞു കൊടുത്തു പുരഞ്ജനോപകൻ. അപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല, അത്ര അധികം വലിയൊരു കഥയാണ്. ഇത് കഥ പറഞ്ഞിട്ടുമില്ല മേപ്പത്തൂര്. അനവധി ശരീരങ്ങളിൽ കൂടെ പോകുന്ന ജീവൻ ഒരു രാജാവ് കൊട്ടാരം മാറി താമസിക്കുന്നതായിട്ട് കഥ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിന് അവസാനമില്ല. ഒരു കൊട്ടാരം, അടുത്ത കൊട്ടാരം, ഇനിയൊരു കൊട്ടാരം, മൂന്നാമതൊരു കൊട്ടാരം, നാലാമതൊരു കൊട്ടാരം. അവസാനം എവിടെയാണത് അവസാനിക്കുന്നത്? സത്സംഗം കൊണ്ട് ഇനി ഈ ഭൂമിയിൽ ജന്മം വേണ്ട എന്നുറപ്പിക്കുക. ആദ്യം ദുഃഖകരമാണ്, അങ്ങനെയാവുമ്പോഴേ രക്ഷ കിട്ടുള്ളൂ എന്നാണ് കഥയുടെ സാരം. അതാണ് പറഞ്ഞു കൊടുത്തപ്പോഴോ പ്രാചീന ബർഗത്ത് ജീവികളെ കൊല്ലലൊക്കെ നിർത്തി. അത്തരം യാഗങ്ങളൊക്കെ വെറുതെയാണെന്നും അതുകൊണ്ട് സ്വർഗം കിട്ടില്ല എന്നും ബോധ്യപ്പെട്ടു. ഇത് ബോധ്യപ്പെടുത്താനാണ് ഭാഗവതം. ഇനി നിങ്ങൾ കോഴിയെ കൊല്ലുക, ആടിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഭാഗവതം കേട്ടിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ജീവിതം തന്നെ വ്യർത്ഥാണ്. അത്തരം കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. അങ്ങനെ അദ്ദേഹത്തിന് ആത്മജ്ഞാനം ഉദിച്ചു. പ്രാചീന വർഗത്ത് ജീവികളെ കൊല്ലലും യാഗവും നിർത്തി നാരദോപദേശത്താൽ എന്ന് പറഞ്ഞതാണ് ഇവിടെ പറഞ്ഞത്. ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യേയോ, മോക്ഷത്തെ പ്രാപിച്ചു. ഇനി പ്രചേതസ്സുകളുടെ തപസ്സാണ് അടുത്ത ശ്ലോകം. എന്താണ്? കൃപാബലേനേവ പുരപ്രചേതസാം പ്രകാശമാക പതകേന്ദ്രവാഹന വിരാജിചക്രാതിവരായുധം ശുഭിർ പുജാഭിർ അട്ടാവിരുദഞ്ചിതദ്യുതി. പ്രചേതസ്സുകൾ കണ്ടോ? ഒരു ജീവികളെയും കൊന്നില്ല, യാഗവും നടത്തിയില്ല. വേദം എപ്പോഴും അവസാന വാക്കല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വേദത്തിൽ പറഞ്ഞത് നിഷേധിക്കരുത്, വേദത്തിൽ ഒക്കെ ഒരു വാർത്ത കൂടെ പറയുന്നുണ്ടെങ്കിലും വേദം അവസാന വാക്കല്ല. ഈസ് നോട്ട് ദി ലാസ്റ്റ് വേർഡ്. വേദത്തിൽ അപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. അത് പെട്ടതാണ് ശ്രീമദ് ഭാഗവതം. വേദവിരുദ്ധമല്ല കേട്ടോ, വേദവിരുദ്ധമല്ല ശ്രീമദ് ഭാഗവതം. പറഞ്ഞു നിങ്ങളിപ്പോൾ അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അതല്ല, വേദത്തിന് അനുകൂലം തന്നെയാണ്. പക്ഷേ ചില തിരുത്തലുകളുണ്ട്. അതുകൊണ്ടാണ് വേദം അവസാന വാക്കല്ല എന്ന് പറയുന്നത്. അതിനേക്കാളും അവസാനമായിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നാണ് ശ്രീമദ് ഭാഗവതം. മഹാഭാരതവും അങ്ങനെയൊക്കെ തന്നെ ആയിട്ടാണ് പറയുക. ഗീതയെ പഞ്ചമവേദം എന്നും പറയും. അപ്പോൾ വേദത്തെ അപ്പുറത്തുണ്ട് തീർച്ചയായും. ഈ 4 വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഹിംസ, തെറ്റ്. അതിനെ തിരുത്തിയതാണ് ശ്രീമദ് ഭാഗവതം, മഹാഭാരതം, ഗീത. അതിലൊന്നും ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഹിംസ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുമതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. തെറ്റ്. അതൊക്കെ ഗീതയ്ക്ക് മുമ്പേ ഉള്ളതാണ്. അതൊക്കെ ഉണ്ട്. ഗീതയ്ക്ക് മുമ്പ് അങ്ങനെ തന്നെയാണ്. വേദത്തിൽ ഒരുപാട് മൃഗങ്ങളെ കൊന്നുണ്ട്. ശത്രുവിനെ കൊല്ലാനും ശത്രുജയത്തിനും തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാത്തത്. നമ്മൾ തിരുത്തി. അതുകൊണ്ട് ഒരു ജീവിയെയും കൊല്ലാതിരിക്കുന്നത് തന്നെയാണ് വേണ്ടത്. പ്രത്യേകിച്ച്
ഈശ്വര പൂജയുടെ പേര് പറഞ്ഞിട്ട് ഹിംസ ചെയ്യരുത് എന്നാണ്. അപ്പം ഇവരെന്ത് ചെയ്തു? തൃപ്തമായിട്ടുള്ള തപസ്സാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു കുഴപ്പം അവർക്ക് പറ്റിയില്ല. പ്രകാശമാക പതകേന്ദ്ര വാഹന, പതകേന്ദ്രൻ ഗരുഡൻ, ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തു. നിങ്ങൾ യാഗം നടത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ദർശനം കൊടുക്കാതിരുന്നോ? ഇല്ല. പ്രകാശമാക പതകേന്ദ്ര വാഹന കൃപാബലേനയോ, ഭഗവാന്റെ കൃപ കൊണ്ട് ആ പ്രചേതസ്സുകൾക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. വിരാജി ചക്രാതിവരായുധാംശുഭി, 8 കൈയാവുമ്പോൾ ശംഖ ചക്രം ഗദ കയറാണ് ഒരു കയ്യിലുണ്ടാവുക, താമരയില്ല. പിന്നെ അമ്പും വില്ലും വാളും പരിചയമായിട്ട് 8 കൈകളോട് കൂട്ടി ഭഗവാൻ പ്രത്യക്ഷമായി. വിരാജി ചക്രാതിവരായുധാംശിവർ ഭുജാബിർ അട്ടാവിരുദഞ്ചിത ദ്യുതി, കോടി സൂര്യപ്രകാശത്തോട് കൂട്ടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി. യാഗം നടത്തിയില്ല, ജീവികളെ കൊന്നില്ല, അതുകൊണ്ടൊന്നും ഒരു കേടും കുറവും അവർക്കുണ്ടായില്ല. സുഖമായിട്ടുള്ള ഈശ്വര ദർശനമാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജീവികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഒരാവശ്യവും അതിൻ്റെ ഇല്ല. തപസ്സാണ് ഈശ്വരനെ കിട്ടാൻ ചെയ്യേണ്ടത്, ഹിംസയല്ല എന്നൊന്നും കൂടി ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അടുത്ത ശ്ലോകം, പ്രചേതസാം താവതയാചതാമപി ത്വമേവ കാരുണ്യപരാനദ ഭവത്തി ചിന്താപി ശിവായ ദേഹിനാം ഭവത്തസോ രുദ്രനുദിച്ച കാമത. പ്രചേതസ്സുകളോട് ഭഗവാൻ പ്രത്യക്ഷമായിട്ട് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു. ഭഗവാന്റെ മുമ്പിൽ ഈ വിഷ്ണുവിനൊരു രസം, ഒരു വരവും വേണ്ട എന്നായാലേ എത്രയും ഭഗവാൻ പ്രത്യക്ഷമാവുള്ളൂ. എന്താണ് വരം വേണ്ടത് വെച്ചു, എനിക്ക് നിങ്ങൾക്കൊന്നും വേണ്ട ഭഗവാനെ, ഭക്തി ഉണ്ടായാൽ മതി. പിന്നെ എന്ത് വരമാണ്? ഈ ലോകത്തിലത്തെ സാധനങ്ങളൊക്കെ ഇന്നുണ്ടായിട്ട് നാളെ ഉണ്ടാവാണ്ടേ വേണതാണ്. നമ്മുടെ ദുഃഖത്തെ കൂട്ടുകയാണ്. ഓരോ വസ്തു നമ്മുടെ ദുഃഖത്തെ എത്രയും കൂട്ടണം. അത് സത്യമാണ്. കാലത്തിനനുസരിച്ച് നോക്കൂ, പഴയ ടി വി കേടുന്ന 1000 റുപ്യ കൊണ്ട് നേരേക്കാം ഇല്ലേ? ഇപ്പോഴത്തെ ടി വി 3 കൊല്ലം കഴിഞ്ഞാൽ വലിച്ചെറിയാം. നേരേക്കാരും കൂടി പറ്റില്ല, വലിച്ചെറിയാം. അപ്പോൾ ഏതാ നല്ലത്? പഴയതല്ലേ? കുറച്ചും കൂടി പുറകോട്ട് ടി വി തന്നെ ഇല്ലാത്ത കാലാവില്ലേ നന്നാവുക? ഒരു പ്രശ്നമില്ല. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വസ്തുക്കളും നമുക്ക് ദുഃഖം തരിക, സംശയമൊന്നും വേണ്ട അതിന്. അതുകൊണ്ട് എത്രയും കുറഞ്ഞ വസ്തുക്കളെ കൊണ്ട് ജീവിക്കുക. ഒരു 5-8 ഇലക്ട്രോണിക് വസ്തുക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇടി മിന്നുമ്പോൾ എത്ര എണ്ണം ഊരി വയ്ക്കണം ആലോചിച്ച് നോക്കൂ. ടി വിയുടെ കോഡ് വയറ്, കറണ്ട് അടുപ്പിൻ്റെ കോഡ് വയറ്, മിക്സിയുടെ കോഡ് വയറ്, ഫ്രിഡ്ജിൻ്റെ കോഡ് വയറ്, വാഷിംഗ് മെഷീൻ്റെ കോഡ് വയറ്, അമർന്ന് ഇടി വെട്ടിയതൊക്കെ ഒന്നിച്ചാൽ പോവുക. എത്ര ലക്ഷങ്ങൾ പോവുക ഇടയ്ക്ക്. കമ്പ്യൂട്ടർ ഊരി വയ്ക്കണം, ഇതൊന്നും ഇല്ലെങ്കിൽ ഒന്നും ഊരി വയ്ക്കും വേണ്ട. ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്രത്തോളം നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ജീവിതം സങ്കീർണമാവണോ അത്രത്തോളം മനസ്സമാധാനക്കേടുണ്ടാവുക ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഭഗവാനെ. അയാചതാം, യാചിച്ചില്ല, വരം വേണമെന്ന് ചോദിച്ചില്ല. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ അങ്ങനെയാണ്. കാരണം ഈ ലോകത്തിലത്തെ വസ്തുക്കളോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. ത്വമേവ കാരുണ്യപരാനദ, ഭഗവാൻ തൻ്റെ കാരുണ്യം കൊണ്ട് ചില വരങ്ങൾ കൊടുത്തു. അതെന്ത് വരാണ്? നിസ്സാര വസ്തുക്കൾ എന്നുള്ളതല്ല കേട്ടോ. ഭവതി ചിന്താപി ശിവായ ദേഹിനാം, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണവർക്കൊക്കെ നന്നാവുമെന്ന്. ഭഗവാനെ ചിന്തിക്കണവർക്ക് അസാധാരണ നന്നാവുക, സജ്ജനങ്ങളെ ചിന്തിച്ചവർക്ക് നന്നാവട്ടെ. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കൊക്കെ നന്മ വരും. അത്ര ശുദ്ധന്മാരും ശ്രേഷ്ഠന്മാരുമാണ് നിങ്ങൾ എന്നർത്ഥം. ഭവത്തതോ രുദ്രനുതി ച കാമത, നിങ്ങൾ ചൊല്ലിയ രുദ്രസ്തുതി, രുദ്രനുതി, രുദ്രഗീതം ഉണ്ടല്ലോ, അത് ഏതൊരാൾ ചെല്ലുന്നുണ്ടോ അവർക്കൊക്കെ സർവ്വ ദുഃഖം ഉണ്ടാവും, ഈശ്വരാനുഗ്രഹം കിട്ടുകയും ചെയ്യും എന്നങ്ങനെ അനുഗ്രഹിച്ചു. രുദ്രഗീതം ചെല്ലണവർക്കൊക്കെ ശ്രേയസ്, പ്രചേതസ്സുകളെ ചിന്തിക്കുന്നവർക്കൊക്കെ ശ്രേയസ് എന്ന വരമാണ് ഭഗവാൻ പ്രചേതസ്സുകൾക്ക് കൊടുത്തത്. പ്രചേതസാം താവതയാചതാം അപി ത്വമേവ കാരുണ്യവരാനദ. ഭയാത്ത് പ്ലസ് വരം, വരാൻ, അതാണ് ദ്വരാൻ. ദ്വരൻ എന്ന് ചെല്ലണ്ട, ഭരാത്ത് വരാനദ എന്ന് ചെല്ലിയാൽ മതി. അപ്പോൾ കൂട്ടക്ഷരായിക്കോളും. കൂവാക്കൂട്ടം സംസ്കൃതത്തിലില്ല. അപ്പോൾ കാരുണ്യപരാത് വരാനദ ചെല്ലുകയാണ്, നാവിന് സുഖം. ദ്വരാനദ എന്ന് ചെല്ലണ്ട, വരാത് വരാനദ.
അതാ എന്ന് കൊടുത്തു, വരത്തെ കൊടുത്തു. എന്ത് വരത്തെ കൊടുത്തു? ഭവദ്ഭി ചിന്താഭി ശിവായ ദേഹിനാം, നിങ്ങളെ ചിന്തിച്ചവർക്കൊക്കെ നന്നാവും. ഒന്നും ചെല്ലും വേണ്ട, ഒന്നും കർമ്മവും ചെയ്യേണ്ട, ഒന്നും വേണ്ട, നിങ്ങളെ ചിന്തിച്ചാൽ അവരുടെ കാര്യസാധ്യം ദുഃഖനാശം ഒക്കെ ഉണ്ടാവും എന്ന വരം. ഭവത്വസോ രുദ്രനുദിശ്ചകാമത, രുദ്രഗീതം എന്ന ഇവർ ചൊല്ലിയ സ്തോത്രം ഏതൊരാൾ ചെല്ലുന്നുവോ അവർക്ക് സർവാഭീഷ്ടസിദ്ധി ഉണ്ടാവുന്നതാണ്. സർവാഭീഷ്ടസിദ്ധി, അരോഗമായിട്ടുള്ള അവസ്ഥ ഒക്കെ ഈ രുദ്രഗീതം ജപിച്ചാൽ ഉണ്ടാവും. അവാപ്യകാന്താന്തനയാം മഹീരുകാം ദയാരമദ്ദം ദശലക്ഷവത്സരീ സുതോത്തു ദക്ഷോധനുദക്ഷണാച്ചമാം പ്രയാർത്ഥ്യതേതി നിഗതോമു ദേവതാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിവാഹമല്ലേ കഴിക്കേണ്ടത്? അത് വൃക്ഷങ്ങളുടെ പുത്രിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, മാരിഷ. പണ്ട് കണ്ടു മഹർഷിക്ക് പ്രമ്ളോച എന്ന് പറഞ്ഞ കന്യകയിൽ ഉണ്ടായതാണ് ഒരു കന്യക. ഈ മഹർഷിമാരൊക്കെ കന്യമാരുണ്ടായി അവിടെ ഉപേക്ഷിച്ച് പോവുക ചെയ്യുക. അവരെ വളർത്താനും പോളിയോ കൊടുക്കാനും ഒന്നും അവർക്ക് പറ്റില്ലല്ലോ. അവരൊക്കെ കേമന്മാരാകുമ്പോൾ ശകുന്തള വിശ്വാമിത്രന് മേനകയിലുണ്ടായതാണ്, അവിടെ ഉപേക്ഷിച്ച് പോയി. പക്ഷികളെ അത്രയും രക്ഷിച്ച്. അതുകൊണ്ടാണ് ശകുന്തള. ശകുന്തം പറഞ്ഞ പക്ഷി, പക്ഷി സ്ത്രീ എന്ന് പറയാം, പക്ഷികന്യക, അതാണ് ശകുന്തള. ഇവിടെയോ വൃക്ഷങ്ങൾ രക്ഷിച്ചു കണ്ടു മഹർഷിക്ക് ഉണ്ടായത്. പ്രമ്ളോച എന്ന കന്യകയിൽ ഉണ്ടായ കന്യകയെ വൃക്ഷങ്ങൾ രക്ഷിച്ചു. ആണ് മാരിഷ എന്ന് പേര്. മരം, അതുകൊണ്ടാണ് മാരിഷ. മരം സംസ്കൃതമാണ് കേട്ടോ, മലയാളമല്ല. മരം എന്നുള്ള വാക്ക് സംസ്കൃതമാണ്. മരണമുള്ളത് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അമരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതമാണ്. അപ്പോൾ അമരാണെന്ന് വെച്ചാൽ മരം നമുക്ക് തന്നെയാണ് വേണ്ടേ. മരത്തിൻ്റെ ഓപ്പോസിറ്റ് അമരം. താമര എന്ന് സംസ്കൃതമാണത്രേ. പത്മം മലിനെന്ന് മാത്രമൊന്നുമല്ല, താമര എന്ന് തന്നെ സംസ്കൃതമാണ്. അപ്പോൾ ചില വാക്കൊക്കെ അങ്ങനെ. ഇവിടെ ഏതായാലും ആ വൃക്ഷപുത്രിയെ നിങ്ങൾക്ക് പത്നിയായിട്ട് ലഭിക്കും എന്ന് പറഞ്ഞു. അവാപ്യകാന്താം തനയാം മഹീരുഹാം, മഹീരുഹ വൃക്ഷപുത്രി. വൃക്ഷപുത്രിയായിട്ടുള്ള ആ തനയയായിട്ടുള്ള കന്യകയായിട്ടുള്ള മാരിഷയെ നിങ്ങൾക്ക് പത്നിയായിട്ട് ലഭിക്കും. മരങ്ങൾ നിങ്ങൾക്ക് തന്നോളും. കാരണം അവൾക്ക് വിവാഹപ്രായമായപ്പോൾ ആർക്ക് കൊടുക്കണം എന്നൊരു ചിന്ത വന്നു വൃക്ഷങ്ങൾക്ക്. അപ്പോൾ പ്രചേതസ്സുകളെ കണ്ടത് എന്നാൽ നിങ്ങൾക്ക് ആയിക്കോട്ടെ എന്നും പറഞ്ഞ് 10 പേർക്ക് ഒരു പുത്രിയെ കൊടുത്തു. തയാരമധ്വം ദശലക്ഷവത്സരീം, ലക്ഷക്കണക്കിന് വത്സരം കൊല്ലം നിങ്ങൾ ആ പത്നിയായിട്ട് രമിച്ചു കൊള്ളുക. അതിൽ ദക്ഷൻ എന്ന സ്തുതൻ ഉണ്ടാവും. പണ്ട് ആടിൻ്റെ തലയിട്ട് മരിച്ച ദക്ഷൻ ഇവിടെ ശരിയായിട്ടുള്ള തലയിൽ പുനർജന്മം കൈക്കൊള്ളുകയാണ്. സുതോസ്തു ദക്ഷോ നനു ദക്ഷണാച്ചമാം പ്രയാസ്യതേതിന്യഗതോമു ദൈവതാൻ. അങ്ങനെ ദക്ഷൻ എന്നുണ്ടാവും. അതിനെ തുടർന്ന് എന്നെ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യും, മോക്ഷം പ്രാപിക്കുക എന്നിലെത്തും എന്നും പറഞ്ഞ ഇന്ദ്രവടി അവരെ അനുഗ്രഹിച്ചു. വൃക്ഷപുത്രിയെ പത്നിയായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ച് കൊടുത്തു എന്ന് പറയണം. അവാപ്യകാന്താം തനയാം മഹീരുകാം ദയാരമദ്ദം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോദന ദക്ഷണാച്ച മാം പ്രയാസ്യത, എന്നിൽ ചേരും, നിങ്ങൾക്ക് പിന്നീട് മോക്ഷം ലഭിക്കും. മാം പ്രയാസ്യതേതി, ഞാനുമായിട്ട് ചേരും, പ്രയാസതയെ ചേരും. നിഗതോമുദേവ താൻ പ്രകാരം പറഞ്ഞു ഭഗവാൻ മറയുകയും ചെയ്തു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.